ഹലോ ഓൾ, ഗെയിം ഓഫ് PYQs ഡിഗ്രി ലെവൽ എക്സാംസ് വരുന്നു, പ്രിലിംസ്, മെയിൻസ്. സോ ഇതിലേക്ക് KS മെൻറ്റർ അവതരിപ്പിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവിംഗ് സെഷൻസ് ആണിത്. നമ്മൾ ഓൾറെഡി വീഡിയോസ്, ഈ സീരീസിൽ ഓൾറെഡി വീഡിയോസ് വന്നിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം കാണുക, മുടങ്ങാതെ കാണുക, ലിങ്ക് അവസാനം ഇടാം. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സിൽ നിന്നുള്ളൊരു വീഡിയോ ആണ്. ക്വസ്റ്റ്യൻ ആദ്യം എല്ലാവരും ഒന്ന് നോക്കുക. ഓക്കെ, ഇത് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. പ്രിലിംസ് മാത്രമല്ല, മെയിൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഗെയിം ഓഫ് PYQസിൽ ഉൾപ്പെടുത്തുന്നതാണ്. സോ ഒരു കൺസെപ്ച്വൽ ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട്, കൺസെപ്റ്റ്സ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രിലിംസിൽ തുടങ്ങുന്നതേ ഉള്ളൂ. സോ ഇത് ഡിഗ്രി ലെവൽ പ്രിലിംസിൽ 2021 നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിൽ ക്വസ്റ്റ്യൻ കാറ്റഗറി കോഡ് 075/21 ചോദിച്ചൊരു ചോദ്യമാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്നാണ് ചോദ്യം. അതെന്താണ് തന്നിട്ടുള്ള ഓപ്ഷൻ A, B, C, D. ഇതിൽ ഏതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നാണ് ചോദ്യം. ഓക്കെ, ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇത് സിലബസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ സിലബസ് നോക്കി, ഇതാണ് എക്കണോമിക്സിന്റെ 5 മാർക്ക് സിലബസ്. ഡിഗ്രി പ്രിലിംസ്, കോമൺ ഡിഗ്രി പ്രിലിംസ് എക്സാമിൽ 5 മാർക്കിന് ചോദിക്കുന്ന സിലബസ് ഇതാണ്. ഇതിൽ ഇതാ നോക്കൂ, നിങ്ങൾക്ക് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്നൊരു മൊഡ്യൂൾ ഉണ്ട്. നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വരെ നീണ്ടു നിൽക്കുന്ന ഈ മൊഡ്യൂളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് കൺസെപ്ച്വലി ഈ ഒരു ഏരിയ അറിയാമോ? അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് അറിഞ്ഞിരിക്കണം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഫാക്ടർ കോസ്റ്റ് എന്ന് അറിഞ്ഞിരിക്കണം. ഇനി ഫാക്ടർ കോസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് മാർക്കറ്റ് പ്രൈസ് കണ്ടെത്തുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ഈ 3 കൺസെപ്റ്റുമാണ്. ഇത് ദേശീയ വരുമാനം കണക്കാക്കുന്നതായിട്ട് ബന്ധപ്പെട്ട്, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ആവശ്യം അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റാണ്. നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക, ദേശീയ വരുമാനം എന്നത് നിങ്ങൾക്കറിയാം, ഒരു രാജ്യത്തിന്റെ വരുമാനത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവിടുത്തെ ജനസംഖ്യയോ അല്ലെങ്കിൽ അതിന്റെ ലാൻഡ് സൈസോ അല്ലെങ്കിൽ അവിടുത്തെ റിസോഴ്സോ ഒന്നും കണ്ടിട്ടല്ല ഒരു രാജ്യത്തിന്റെ വരുമാനം നമ്മൾ തിട്ടപ്പെടുത്തുകയോ കണക്കാക്കുകയോ ചെയ്യുന്നത്. വലിപ്പം കൂടിയ രാജ്യങ്ങളൊന്നും വരുമാനമുള്ള രാജ്യങ്ങളല്ല, അല്ലെങ്കിൽ ജനസംഖ്യ കൂടിയ രാജ്യങ്ങളൊന്നും ഡെവലപ്ഡ് എക്കണോമീസ് അല്ല, അല്ലെങ്കിൽ റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങളൊന്നും ഡെവലപ്ഡ് എക്കണോമീസ് അല്ല. ഇതിനൊക്കെ ഉദാഹരണം ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ സ്റ്റിൽ എ ഡെവലപ്പിംഗ് എക്കണോമി. അപ്പോൾ എന്താണ് ഇന്ത്യ ഇപ്പോഴും ഒരു ഡെവലപ്പിംഗ് എക്കണോമി ആയിരിക്കുന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇന്ത്യയുടെ വരുമാനം എന്നറിയണം. ഈ ഒരു രാജ്യത്തിന്റെ വരുമാനം, നാഷണൽ ഇൻകം കണക്കാക്കുന്നത് ആ രാജ്യത്തിന്റെ ഉൽപാദനം നോക്കിയിട്ടാണ്. ഉൽപാദനക്ഷമതയാണ് ഒരു രാജ്യത്തിന്റെ വരുമാനം എന്ന് പറയാം. അപ്പോൾ എന്താണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ചരക്കുകളും സേവനങ്ങളുമാണ്. അപ്പോൾ എത്രമാത്രം അല്ലെങ്കിൽ എന്തുമാത്രം ചരക്കുകളും സേവനങ്ങളും ഒരു സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു സമ്പദ്ഘടനയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നതാണ് ദേശീയ വരുമാനത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ ഈ ഉൽപാദന ശേഷി അല്ലെങ്കിൽ ഉൽപാദനക്ഷമത അളക്കണമെങ്കിൽ നമുക്കറിയാം എന്ത് വേണം? യൂണിറ്റ് ഓഫ് മെഷർമെന്റ് വേണം, അല്ലേ? പക്ഷേ ഇവിടെ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളാവട്ടെ സേവനങ്ങളാവട്ടെ അതിൻ്റെ സ്വഭാവം വ്യത്യസ്തമല്ലേ? പലതിനെയും അളന്നെടുക്കുന്നത് പല യൂണിറ്റ് ഓഫ് മെഷർമെന്റിലല്ലേ. ചിലത് ഭാരത്തിലായിരിക്കും നമ്മൾ അളക്കുന്നത്, ചിലത് ലിക്വിഡ് ഫോർമിലുള്ളതാണെങ്കിൽ അതിൻ്റെ അളവ് പോലെ അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് മറ്റൊന്നായിരിക്കാം, ചിലത് ചാക്ക് കണക്കായിരിക്കാം. സർവീസസ് എന്ന് പറയുന്നത് അത് തന്നെ ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ഇതിൻ്റെ സ്വഭാവവും യൂണിറ്റും എല്ലാം ഡിഫറൻ്റ് ആണ്. അങ്ങനെ വ്യത്യസ്ത യൂണിറ്റുകളിലും സ്വഭാവത്തിലുമുള്ള ചരക്കുകളെയും സേവനങ്ങളെയും നമുക്ക് എങ്ങനെ അളക്കാൻ സാധിക്കും? ഭൗതികമായിട്ട് അളക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ അളക്കുന്നതിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ആണ് യൂണിറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് കറൻസിക്ക്, നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ കറൻസിക്ക് ഫംഗ്ഷൻ പഠിക്കുമ്പം എല്ലാവരുടെയും യുക്തിക്ക് നിരക്കുന്ന ഒരു ഫംഗ്ഷനാണ് കറൻസി മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണെന്നുള്ളത്. ഇനി കറൻസി മീഡിയം ഓഫ് എക്സ്ചേഞ്ച് മാത്രമല്ല, കറൻസിക്ക് യൂണിറ്റ് ഓഫ് അക്കൗണ്ട് എന്നൊരു ഫംഗ്ഷൻ കൂടിയുണ്ട്. ആ ഫംഗ്ഷനാണ് നമ്മളിവിടെ പ്രയോജനപ്പെടുത്തുന്നത്. അതായത് നമുക്ക് ഒരു രാജ്യത്തിന്റെ ഉൽപ്പാദനക്ഷമത അളക്കുന്നതിന് വേണ്ടി ആ രാജ്യം ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ച ചരക്കുകളും സേവനങ്ങളുടെയും ക്വാണ്ടിറ്റി നമ്മൾ എടുത്തു. ആ ക്വാണ്ടിറ്റി ആസച്ച് നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? യൂണിറ്റ് വ്യത്യസ്തമാണ്, ക്യാരക്ടർ വ്യത്യസ്തമാണ്. ഇവിടെ നമ്മളൊരു അക്കൗണ്ടിങ് കൺവീനിയൻസിന് വേണ്ടി അക്കൗണ്ടിങ്ങിൽ നിന്ന് നമ്മൾ കടമെടുക്കുന്ന ഒരു യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ആണ് യൂണിറ്റ് പ്രൈസ്. ഓക്കെ, ഈ ഇൻട്രൊഡക്ഷൻ സൈഡ് ഞാൻ പറയുന്നത് ഈ ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, ഫാക്ടർ കോസ്റ്റ്, മാർക്കറ്റ് പ്രൈസ് പഠിക്കണം എന്നത് നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. ഇത്തിരി സ്പീഡിലാണ് പറയുന്നത്. നിങ്ങൾ ഒന്ന് നിർത്തി ഈ വീഡിയോ നിങ്ങളൊന്ന് ജസ്റ്റ് എന്താ പറയണ്ടേ, ഒന്ന് പോസ് ചെയ്ത് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നിർത്തി കേട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ യൂണിറ്റ് പ്രൈസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഓഫ് അക്കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്? നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ യൂണിറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഏതൊരു ഉൽപ്പന്നത്തിന്റെ അടിസ്ഥാന വില എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അവിടാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ സിഗ്നിഫിക്കൻസ്. ഏതൊരു ഉൽപ്പന്നത്തിൻ്റെ ആവട്ടെ സേവനത്തിൻ്റെ ആവട്ടെ
അതിൻ്റെ വില നിശ്ചയിക്കുന്നത് അതിൻ്റെ ആ സേവനത്തിൻ്റെ അല്ലെങ്കിൽ ആ സാധനത്തിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ പിന്നിലെ ഘടകങ്ങളായ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർഷിപ്പ്. ഓക്കെ, സോ ഇതിനെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും അല്ലെങ്കിൽ സാധനത്തിൻ്റെയും സേവനത്തിൻ്റെയും വില നിശ്ചയിക്കുന്നത്. ഉദാഹരണം, ഒരു കുടയുടെ വില 550 രൂപയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡിനൊരു 100 രൂപ, ലേബറിനൊരു 100 രൂപ, ക്യാപിറ്റലിനൊരു 100 രൂപ, ഓൺട്രപ്രണർക്ക് ഒരു 250 രൂപ. സോ ഇങ്ങനെയാണ് നമ്മൾ 550 എന്നുള്ളൊരു വിലയിൽ എത്തിച്ചേരുന്നത്. ഓക്കെ, സോ ഇതാണ് യൂണിറ്റ് പ്രൈസ്. അപ്പോൾ യൂണിറ്റ് പ്രൈസിന് ഇവിടെ നിങ്ങൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഫാക്ടർ കോസ്റ്റ് എന്നൊരു വകഭേദം നിങ്ങൾ കണ്ടിരിക്കുകയാണ്. എന്താണ് ഫാക്ടർ കോസ്റ്റ്? നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. യൂണിറ്റ് പ്രൈസ് തന്നെയാണ് ഫാക്ടർ കോസ്റ്റ്. അടിസ്ഥാന വില ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണ്. അതാണ് ഫാക്ടർ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ കുടയുടെ വില ഇവിടെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ കുടയുടെ വില 550 രൂപയാണ്. കുടയുടെ വില എത്രയാണ്? 550 രൂപയാണ് അല്ലേ? പക്ഷേ നിങ്ങൾക്കറിയാം ഈ കുട മാർക്കറ്റിൽ കിട്ടുന്നത് ഈ 550 രൂപയ്ക്ക് ആയിരിക്കത്തില്ല. മാർക്കറ്റ് പ്രൈസ്, ഈ കുടയുടെ വിപണിയിലെ വില എന്ന് പറയുന്നത് എന്തായിരിക്കത്തില്ല? 550 രൂപയായിരിക്കില്ല, മറിച്ച് എത്ര ആയിരിക്കും? കുറച്ച് കൂടുതലായിരിക്കും. 580 രൂപയായിരിക്കും. എത്ര ആയിരിക്കും? 580 രൂപയായിരിക്കും മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഈ 580 എന്ന് പറയുന്ന ഈ മാർക്കറ്റ് പ്രൈസിനെ തല്ലിപ്പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു 550 ഇല്ലേ? 550 ഇല്ലേ? പിന്നെ എത്ര ബാക്കി? ഒരു 30 രൂപയില്ലേ? ഈ 550 30 കൂടെ കൂട്ടുന്നതല്ലേ 580 എന്ന് പറയുന്നത്? ഈ 550 എന്താ? 550 നമ്മൾ നേരത്തെ കണ്ട ഫാക്ടർ കോസ്റ്റ് അല്ലേ? ഈ 30 എന്താണ്? 30 മനസ്സിലാക്കിക്കോ, സർക്കാരുകൾ ഈടാക്കുന്ന, ഗവൺമെൻറ്റുകൾ ഈടാക്കുന്ന പരോക്ഷ നികുതികൾ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സസ് ആണെന്ത്? 30 രൂപ. അതുകൊണ്ട് തന്നെ നല്ല ടെക്സ്റ്റ് ബുക്കുകളിൽ പറയാറുണ്ട് മാർക്കറ്റ് പ്രൈസ് അക്രൂസ്. അക്രൂസ് എന്നൊരു വേർഡ് പഠിച്ചോളൂ. മാർക്കറ്റ് പ്രൈസ് അക്രൂസ് ടു 2 പാർട്ടീസ്. മാർക്കറ്റ് പ്രൈസ് 2 കൂട്ടർക്ക് ഗുണപ്പെടുമെന്ന് പറയാറുണ്ട്. മാർക്കറ്റ് പ്രൈസ് അക്രൂസ് ടു 2 പാർട്ടീസ്. ഇതാ നോക്കൂ, ഈ 550 എന്ന് പറയുന്ന വിലയ്ക്ക് ഇവിടെ 2 അവകാശികളില്ലേ? 550 എന്നുള്ള രൂപത്തിൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഫേമിന് ലാൻഡായിട്ടും ലേബറായിട്ടും ക്യാപിറ്റലായിട്ടും ഓൺട്രപ്രണർഷിപ്പായിട്ടും അവകാശമുണ്ട്. ആ നിലയ്ക്ക് ഒരു രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളും സേവനങ്ങളും അതിൻ്റെ മാർക്കറ്റ് പ്രൈസിൽ വിറ്റഴിയുമ്പോൾ രാജ്യത്തെ ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും കിട്ടുകയാണ്. ഇനി എന്താണ്? ഈ ഒരു ഉദാഹരണത്തിൽ നോക്കുകയാണെങ്കിൽ 550 ഫേമിന് പോകുമെങ്കിൽ 30 രൂപ ഖജനാവിലേക്ക് പബ്ലിക് എക്സ്ചക്കറിനുള്ളതല്ലേ? അപ്പോൾ 580 എന്നുള്ള വില 2 കൂട്ടർക്ക് ഗുണപ്പെടുന്നില്ലേ? ഒന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് നേരിട്ട് തൊഴിലായിട്ടും വരുമാനമായിട്ടും ഫാക്ടർ കോസ്റ്റ് ഫാക്ടറിംഗ് എന്നുള്ള രീതിയിൽ ഗുണപ്പെടുന്നുണ്ട്. ഇനി നികുതിയുടെ രൂപത്തിൽ ആളുകൾ ഈ ചരക്കുകളും സേവനങ്ങളും ഉപഭോഗം ചെയ്യുമ്പം സർക്കാരിൻ്റെ ഖജനാവിലേക്ക് ഒരു വിഹിതം ചെല്ലുന്നുണ്ട്. സോ ഇതാണ് മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, ഈ മാർക്കറ്റ് പ്രൈസ് എന്നുള്ള കൺസെപ്റ്റ് അപ്പോൾ ഇവിടെ കുറച്ച് സ്പീഡിലാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ് ദേശീയ വരുമാനം? ദേശീയ വരുമാനം കണക്കാക്കുന്നിടത്ത് യൂണിറ്റ് പ്രൈസിന്റെ പ്രസക്തി എന്താണ്? ആ യൂണിറ്റ് പ്രൈസിനെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ടേംസിൽ ഫാക്ടർ കോസ്റ്റ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇനി ഫാക്ടർ കോസ്റ്റിലാണോ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം മാർക്കറ്റിൽ ലഭ്യമാവുന്നത്? അല്ല, മാർക്കറ്റ് പ്രൈസിലാണ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് എന്താണ്? മാർക്കറ്റ് പ്രൈസിനെ എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് മാർക്കറ്റ് പ്രൈസിന്റെ ഒരു ഇക്വേഷൻ ഒന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ചേ, എന്താണ് മാർക്കറ്റ് പ്രൈസിന്റെ ഇക്വേഷൻ? മാർക്കറ്റ് പ്രൈസിന്റെ ഇക്വേഷൻ നമുക്ക് മനസ്സിലായി. മാർക്കറ്റ് പ്രൈസ്, ഒരു സെക്കൻഡ്, മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്, മാർക്കറ്റ് പ്രൈസ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ അകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? അടിസ്ഥാന വില, ഫാക്ടർ കോസ്റ്റും ഉണ്ട്. പിന്നെന്താണ്? സർക്കാരിൻ്റെ വിലയായ, സർക്കാർ ചെലുത്തുന്ന വിലയുടെ ഘടകമായ ഇൻഡയറക്റ്റ് ടാക്സുകളും അടങ്ങിയിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റ് പ്രൈസിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വെറുതെ മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്നല്ല. മാർക്കറ്റ് പ്രൈസിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്നാണ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്നാണ്. അതെന്താ അങ്ങനെ? നമ്മളെല്ലാം പ്രതീക്ഷിച്ച പോലെ മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു വെറുതെ ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് വരാതെ ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് വരാൻ കാരണം എന്താ? കാരണം നിങ്ങൾ എക്കണോമിക്സിൽ ഇനി അങ്ങോട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ എന്താണ് നെറ്റ് ഗ്രോസ് എന്ന് നമ്മൾ പഠിക്കും. ഗ്രോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക കാൽക്കുലേഷൻ്റെ ഒരു ഫസ്റ്റ് ഒബ്സർവ്ഡ് വാല്യൂ ആണ് ഗ്രോസ്. ആ ഗ്രോസിനെ ഫർദർ ആയിട്ട് മാത്തമെറ്റിക്കലി ഓപ്പറേറ്റ് ചെയ്ത് വേണമെങ്കിൽ അതിനൊന്ന് റിഫൈൻ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണെന്ത്? നെറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായി ഫാക്ടർ കോസ്റ്റ് എന്നുള്ള ഫസ്റ്റ് ടേം, ഇതിൽ 2 ടേം അല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ടേം ഏതാണ്? ഫാക്ടർ കോസ്റ്റ്. സെക്കൻഡ് ടേം ഏതാണ്? ഇൻഡയറക്റ്റ് ടാക്സസ്. ഇതിലെ ഫാക്ടർ കോസ്റ്റ് എന്നുള്ള ടേം ആസ് സച്ച് എന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ അതുപോലെ വന്നില്ലേ ഫാക്ടർ കോസ്റ്റ് എന്ന്? ഇതിൻ്റെ അകത്ത് റിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ടേം ഏതാണ്? ഏതിൻ്റെ കൂടെ? നെറ്റ് വന്നേക്കുന്നത്. നെറ്റ് വന്നേക്കുന്ന ഇൻഡയറക്റ്റ് ടാക്സസിന്റെ കൂടെ അല്ലേ? സോ ഞാൻ ഈ ഇക്വേഷൻ ഒന്നുകൂടെ ഒന്ന് മാറ്റി എഴുതാം. ശ്രദ്ധിക്കുക, മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്നാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഇതിനെ ഒന്നും കൂടെ ഒന്ന്
എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ, എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഫാക്ടർ കോസ്റ്റ് എ പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡി എന്നാണ്. ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡി എന്നാണ്. ഇതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെറ്റ് ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് വാല്യൂവിൻ്റെ അകത്ത് ഫർദർ ആയിട്ട് റിഫൈൻമെന്റ് നടക്കുമ്പോഴാണ് നെറ്റ് വരുന്നത്. ഇതിൽ ഫാക്ടർ കോസ്റ്റിലല്ല നെറ്റ് ഓപ്പറേഷൻ നടന്നത്, ഇൻഡയറക്റ്റ് ടാക്സസിന്റെ അവിടെയാണ് നെറ്റ് ഓപ്പറേഷൻ നടന്നത്. നെറ്റ് ഓപ്പറേഷൻ ചെയ്തപ്പോൾ എന്താ ചെയ്തേ? ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡീസ് എന്ന് വന്നു. ഓക്കെ, സോ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടുമ്പോൾ എന്ത് സംഭവിക്കും? ബ്രാക്കറ്റ് ഇടുമ്പോൾ ഈക്വേഷൻ നിങ്ങൾ കണ്ട ആദ്യത്തെ ഇക്വേഷൻ ആയിട്ട് മാറും. ഫാക്ടർ കോസ്റ്റ് എ പ്ലസ്, പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ് അല്ലേ, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് തന്നെയല്ലേ. ഫാക്ടർ കോസ്റ്റ് എ പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് വരുന്നത് ഇങ്ങനെയാണ്. സോ ഈ സ്റ്റെപ്പാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടത്. ഈ സ്റ്റെപ്പിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഗവൺമെന്റുകളെ സംബന്ധിച്ചിടത്തോളം, സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം എത്ര ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ആണെങ്കിലും അവർക്കും എന്ത് കാണും? ഇവിടെ ചില സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് കാണും, പ്രോ പുവർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് കാണും. ഉദാഹരണത്തിന് ഇന്ത്യ നമ്മുടെ പ്രിയാമ്പിളിൽ തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് അവർസെൽസ് ഇൻടു എ സോവറൈൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ള ഈ 5 വിർച്യൂസ് അവിടെ പറയുന്നുണ്ട്. അതിൽ സോഷ്യലിസം എന്ന് പറയുന്ന ഒരു വിർച്യൂവിനെ കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുന്നില്ലേ? സോഷ്യലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു നീഡ് ബേസ്ഡ് എക്കണോമിയാണ്. ഡിമാൻഡ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു പർച്ചേസിംഗ് പവർ ഉള്ളവർക്ക് മാത്രം കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന എക്കണോമി അല്ല ഇന്ത്യ. ഇവിടെ വീട് ആഗ്രഹിക്കുന്ന പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള ബാധ്യത സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഗവൺമെന്റുകൾക്കുണ്ട്. സോ ഭവന പദ്ധതികൾ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, സർക്കാരുകൾ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതികൾ ഇമാജിൻ ചെയ്യുക, സോഷ്യലിസ്റ്റ് ആസ്പെക്ട് ആണ്. അതുപോലെ തന്നെ ലോ ടു മിഡിൽ ഇൻകം ഗ്രൂപ്പിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷ്യ സുരക്ഷാ നിയമം പാസ്സാക്കിയ രാജ്യമാണ് അല്ലെ. അപ്പൊ ആളുകൾക്ക് ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, അതിനൊപ്പം തന്നെ അഫോർഡബിലിറ്റി, അവശ്യ സാധനങ്ങൾ അഫോർഡബിൾ ആക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്? ഗവൺമെന്റ് അങ്ങോട്ട് പൈസ പേയ്മെന്റ് മീൻസ് സ്പെൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സിഡി നൽകാറുണ്ട്. നിങ്ങൾ ഇമാജിൻ ചെയ്യും, ഒരു ഉൽപ്പന്നത്തിന്റെ വില 500 രൂപ, ഒരു ഉൽപ്പന്നത്തിന്റെ വില 500 രൂപ, അതിന് 50 രൂപ സബ്സിഡി നൽകി എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ വില എത്ര ആടേ? പിന്നെ അതിന്റെ വില എത്ര? 450 അല്ലേ? കാരണം 50 രൂപ സബ്സിഡി പറയുമ്പോൾ സബ്സിഡി കുറയില്ല വേണ്ടേ? നിങ്ങൾ ഈ ഇക്വേഷൻ ശ്രദ്ധിച്ചേ, മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി എന്നല്ലേ വന്നേക്കുന്നേ? അടിസ്ഥാന വില കൂട്ടി, ഇൻഡയറക്റ്റ് ടാക്സ് ഇട്ടത് കൂട്ടി, എന്ത് കുറച്ചു? സബ്സിഡി കുറച്ചു അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിന്റെ അകത്ത് 3 സ്ലോട്ട് അവൈലബിൾ ആണ്. ഉൽപാദകൻ അടിസ്ഥാന വില നിശ്ചയിക്കാം, ഗവൺമെന്റിന് ഇൻഡയറക്റ്റ് ടാക്സ് എത്ര എന്ന് പറയാം, ഗവൺമെന്റ് തന്നെ സബ്സിഡി ഉണ്ടെങ്കിൽ ആ സബ്സിഡി ആ തുകയിൽ നിന്ന് കുറയ്ക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് സബ്സിഡി ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് കുറച്ച്? ഉൽപാദകനല്ല സബ്സിഡി നൽകേണ്ടത്, ടാക്സ് വാങ്ങുന്ന ഗവൺമെന്റ് ആണ് സബ്സിഡി നൽകേണ്ടത്. അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറഞ്ഞത്. അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ടാക്സിൽ നെറ്റ് ഓപ്പറേഷൻ നടന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലാക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. നെറ്റ് ഓപ്പറേഷൻ നടന്നത് ഫസ്റ്റ് ടേം ആയിട്ടുള്ള ഫാക്ടർ കോസ്റ്റിലല്ല, ഇൻഡയറക്റ്റ് ടാക്സ് വന്ന സെക്കൻഡ് ടേമിലാണ് നെറ്റ് ഓപ്പറേഷൻ നടന്നത്, അല്ലെ സബ്സിഡി കുറച്ചത്. കാരണം സാധാരണ നമ്മൾ പറയാറുണ്ട് ടാക്സിന്റെ ഇൻവേഴ്സ് ആണ് സബ്സിഡി എന്ന് പറയാറുണ്ട്. ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ വരുമാനമാണെങ്കിൽ സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ ആണ്. സോ ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടി, സബ്സിഡി കുറച്ചു, ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടി, സബ്സിഡി കുറച്ചു. അങ്ങനെ വരുമ്പോഴാണ് ഈക്വേഷൻ എന്തായി മാറുന്നത്? ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് വരുന്നത്. കാരണം പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് എഴുതാം, കാരണം ഈ ബ്രാക്കറ്റ് ഇട്ടു എന്ന് കരുതി ഈ സൈനേജിനൊന്നും ഒരു മാറ്റം വരുന്നില്ല. അതുകൊണ്ട് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് എഴുതാം. ഓക്കെ, ഈ ഇക്വേഷൻ ഒരു ഓൾ എൻകോമ്പസിങ് ഇക്വേഷൻ ആണ്. നമ്മൾ ആദ്യം വിചാരിച്ച പോലെ മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് വെറും ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് എഴുതിയുള്ള പ്രശ്നം എന്താ? ഈ ഇക്വേഷനിൽ സബ്സിഡി എവിടെ ഇട്ട് കുറയ്ക്കാൻ പറ്റത്തില്ല. എന്നാൽ ഈ ഇക്വേഷന്റെ ഒരു പ്രത്യേകത എന്താ? ഈ ഇക്വേഷൻ സബ്സിഡി ഉള്ളതിനും ഉപയോഗിക്കാം, സബ്സിഡി ഇല്ലാത്തതിനും ഉപയോഗിക്കാം. സബ്സിഡി ഇല്ലാത്തതാണെങ്കിൽ ഇവിടെ എന്തിട്ട് കൊടുത്താൽ മതി? സബ്സിഡിയുടെ അവിടെ 0 ഇട്ട് കൊടുത്താൽ പോരെ. സോ ഇതൊരു അക്കൗണ്ടിങ് കൺവീനിയൻസ് എന്ന് പറഞ്ഞുകൂടെ ഇക്വേഷനെ? എന്താണ്? സബ്സിഡി ഉള്ള ഉൽപ്പന്നങ്ങൾക്കും സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണെന്ത്? ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഓക്കെ, ഇനി ഈ ചോദ്യത്തിലോട്ട് വരിക. ചോദ്യത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് GDP അറ്റ് ഫാക്ടർ കോസ്റ്റീസ്. GDP വിട്ടാരെ, ചുമ്മാ എന്തെങ്കിലും പേരിട്ടോ, ബിജുന്നോ ഷിബുന്നോ വല്ലതും കേട്ടോ, ഷിബു അറ്റ് ഫാക്ടർ കോസ്റ്റീസ് എന്തോ ആയിക്കോട്ടെ. ഓക്കെ, GDP എന്താണെന്നുള്ളത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യം. അതുകൊണ്ട് അത് സംശയിച്ചിട്ട് ആരും ഇതിന്റെ ആൻസർ ചെയ്യാതിരിക്കേണ്ട. ഇതെന്താ ചെയ്യേണ്ടേ? ഇവിടെ ഫാക്ടർ കോസ്റ്റ് എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മാർക്കറ്റ് പ്രൈസിന്റെ ഇക്വേഷൻ ഒന്ന് റീ അറേഞ്ച് ചെയ്താൽ പോരെ. മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ആണ് എങ്കിൽ എന്തായിരിക്കും ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്? മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ആയിരിക്കും. അപ്പൊ കാലിബ്രേറ്റ് ചെയ്യാം, ABCD അല്ലെ. നമുക്ക് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്
മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്നൊരു ഓപ്ഷൻ ആക്കി ഇട്ടുണ്ട് അല്ലേ. സോ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഓപ്ഷൻ എ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സസ് അത് അവിടെ ഉണ്ട്. ബി എന്താ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്നൊക്കെയുള്ള കൺസെപ്റ്റ് ക്യാപിറ്റൽ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, ഇതുമായിട്ട് ബന്ധമില്ല, എലിമിനേറ്റ് ചെയ്തു. സി എന്താണ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് പ്ലസ് നെറ്റ് പ്രോഡക്റ്റ് ടാക്സ്. ഇത് ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്ന പുതിയ സീരീസ് ഓഫ് നാഷണൽ ഇൻകം നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുക്കും, ആ സമയത്ത് വരേണ്ടതാണ്. സോ അത് എലിമിനേറ്റ് ചെയ്തു. GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് വരുന്നത് GNP ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. സോ അത് എലിമിനേറ്റ് ചെയ്തു. ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. സോ ഈ ഇക്വേഷൻ നിങ്ങൾ ഞാൻ പറയുന്നു, ഈ വീഡിയോ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടരുത്. കൺസെപ്റ്റ് ആണ്, ഇതൊരു ചെറിയ വീഡിയോയുടെ ഫോർമാറ്റിൽ അവതരിപ്പിച്ചത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് പറഞ്ഞത്. ബട്ട് സ്റ്റിൽ ദിസ് വീഡിയോ ക്യാൻ ബി മെയ്ഡ് യൂസ് ഓഫ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പോസ് ചെയ്ത് ഈ പറഞ്ഞ കൺസെപ്റ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി നോട്ടാക്കാം. അല്ലാതെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ തരാം. ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ സോൾവ് ചെയ്യുക. ഓക്കെ, ഇതാണ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് സെഷനിൽ ആൻസർ നിങ്ങൾ ഇടുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇനി നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തെങ്കിലും അപ്രഹെൻഷൻ ബിരുദ പരീക്ഷകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് KS മെൻറ്റർ ഒരു സെമിനാർ ഒരുക്കുന്നുണ്ട് ഈ വരുന്ന 14-ാം തീയതി. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. മറ്റ് ടെലിഗ്രാം ഉൾപ്പെടെയുള്ള നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. ഡേറ്റ് തൽക്കാലം ഒന്ന് കുറിച്ച് വെക്കുക. ഈ വരുന്ന സൺഡേ 14th ഓഫ് സൺഡേ നമ്മൾ ഇവിടെ PMGയിൽ ഒരു സെമിനാർ, ഒരു ഹൈബ്രിഡ് സെമിനാറാണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഫിസിക്കലി ഓൾസോ യു ക്യാൻ എൻഷ്യൂർ യുവർ അറ്റൻഡൻസ്. അത് വളരെ കൃത്യമായിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രിലിംസും മെയിൻസും വിന്നിങ് സ്ട്രാറ്റജീസ് ഷെയർ ചെയ്യുന്ന, എങ്ങനെയാണ് സിലബസിനെ ഡീകോഡ് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങളുടെ മറ്റ് അപ്രഹെൻഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻസ് എന്താണ്, ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് നേരിട്ട് ചോദിച്ച് ബോധ്യപ്പെടാൻ പറ്റുന്ന ഒരു അവസരമാണ് നിങ്ങൾക്കായിട്ട് നമ്മൾ ഒരുക്കുന്നത്. സോ അത് നിങ്ങൾ പരിഗണിക്കുക. സോ താങ്ക് യു വെരി മച്ച്.